അപ്പോൾ ഒരു സാധാരണ വീട്ടുകാർ തണ്ണിമത്തൻ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇതുണ്ടോ, ഇതൊക്കെ ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ വിളവായിട്ടുണ്ട്. എത്ര വെയിറ്റ് ഉണ്ടാവും? എത്ര കിലോ ഉണ്ടാവും? അടിപൊളി. കളറൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് തണ്ണിമത്തൻ തോട്ടങ്ങളിലാണ്. തോട്ടങ്ങളിൽ നിറയെ കൃഷി ചെയ്തിട്ട് അത് ലോഡ് കണക്കിന് നമ്മുടെ നാട്ടിൽ കൊണ്ട് തള്ളുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് പറയുന്നത് നമുക്ക് എല്ലാ വീടുകളിലും, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളും അവരവർക്ക് ആവശ്യമുള്ള തണ്ണിമത്തൻ അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കാം. അത് ഞാനൊന്ന് ട്രൈ ചെയ്തു. അത് ചെറിയൊരു സ്ഥലത്താണ് ട്രൈ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള തണ്ണിമത്തനും നമുക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള തണ്ണിമത്തനും എല്ലാം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കാണുകയല്ലേ. അപ്പോൾ അതിനൊരു തെളിവും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. വിഷ്ണു ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തോട്ടത്തിലൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നെൽപ്പാടത്ത് വരമ്പത്താണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ നടന്നു പോകണം അവിടെ. അവന് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കപ്പോൾ പോയി കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ചെറിയ തണ്ണിമത്തനാണ്. അപ്പുറത്തെല്ലാം വലുതുണ്ട്. ഇതിനകത്തൊക്കെ ഇതൊക്കെ കാച്ച് കിടക്കുന്നുണ്ട്. ഇത് എവിടെയുണ്ട്, ഇത് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചേ ആയിട്ടുള്ളൂ. ഒരാഴ്ച ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടെല്ലാം വലുതുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അപ്പോൾ നടക്കുമ്പോഴേ വള്ളിയൊക്കെ ഉണ്ട്. വള്ളിയെല്ലാം നോക്കി നടന്നില്ലെങ്കിൽ വള്ളിയിലൊക്കെ ചവിട്ടി അറ്റുപോകും. അപ്പോൾ എവിടെയുണ്ട്. ഇതൊക്കെ വലുതാവുന്നേ ഉള്ളൂ കേട്ടോ. വലുതായി വരുന്നേ ഉള്ളൂ. അടുത്തത് എവിടെയുണ്ട്, തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമ്മൾ വരമ്പത്ത് വെക്കുന്ന സമയത്ത് ഇതാണല്ലോ, ഇങ്ങനെയൊക്കെ വള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വരമ്പത്തൂടെ നിൽക്കുമ്പോൾ വള്ളി ചവിട്ടാതെയും വള്ളി അറ്റിക്കാതെയും നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറിച്ചു വിട്ടോളൂ. ഇപ്പോൾ കുറച്ച് പറിച്ചു, ഇനി കുറച്ച് പറിക്കാനുണ്ട്. നമ്മൾ ഇതുണ്ടോ, ഇതൊക്കെ വിളഞ്ഞ് നിൽക്കുകയാണ്. വിളവായിട്ടുണ്ട്. വിളവായത് ഒരു ടൈമിൽ വിളവായതുണ്ട്. നമ്മൾ 2-3 തവണയായിട്ടാണ് നമ്മൾ ചെടികൾ നട്ടത്. അതുകൊണ്ട് പല രീതിയിലായിരിക്കും വന്നിരിക്കുക. ഇതുണ്ടോ, ഇതൊക്കെ ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ വിളവായിട്ടുണ്ട്. ഇത് വരമ്പത്തായതുകൊണ്ടാണ്. നമുക്ക് പറമ്പിലാകുമ്പോൾ നമുക്ക് മത്സ്യം കൃഷിയായിട്ട് പല രീതിയിലായിട്ട് ചെയ്യാം. അപ്പോൾ വിഷ്ണു, നമ്മുടെ ഈ ഇതിൻ്റെ തണ്ണിമത്തൻ്റെ വിളവ് എങ്ങനെയാണ് അറിയാം നമുക്ക്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസം വരും. നമ്മളിങ്ങനെ അതായത് ഇതാണ്ടോ, ഇത് ഏകദേശം വിളവായതാണ്. അപ്പോൾ ഇതിന്റെ കളറിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ വിളവ് വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് വീട്ടിലുണ്ടാക്കാം. ഒന്നാമത് നല്ല ചൂടാണ്. നമുക്കില്ലേ ഈ സാധനം പറിച്ചിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് വെള്ളം ദാഹിച്ചിട്ട് വരുമ്പോൾ തിന്നുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയില്ല, നിങ്ങൾക്ക് ചെയ്തറിയാം. ഇതാണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഇന്നതൊക്കെ പറിച്ചിട്ട് ഇന്ന് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സൈസിലുള്ള എല്ലാം പറിച്ച് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി പറിക്കാൻ കുറച്ചെണ്ണം ഉണ്ട്. നമ്മൾ പിന്നെ പറമ്പിൽ നട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പറമ്പിൽ നട്ടത് വലിയ ആടി ആവുന്നേ ഉള്ളൂ. നമ്മളിത് ട്രെയിൽ നട്ട് നോക്കിയതാണ്. ട്രെയിൽ നട്ട് നോക്കിയത് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പിന്നെ ഗ്രോ ബാഗിലും കൂടെ നട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അടുത്തതിൽ കാണിച്ചു തരാം. ഗ്രോ ബാഗിൽ നമ്മളിത് കൃഷി ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഈ തണ്ണിമത്തൻ വന്നിട്ട് നമുക്ക് ടെറസിൻ്റെ മേലെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ടെറസിൻ്റെ മേലെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ടെറസിൻ്റെ മേലെ ഉണ്ടാക്കുന്ന സമയത്ത് ടെറസ് നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ വള്ളി കരിയാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ തണ്ണിമത്തത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല നനവാണ്. വെള്ളം നനവാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മേലെ ഉണ്ടാക്കിയ നനവ് കറക്റ്റായിട്ട് കൊടുത്താൽ കിട്ടും. ഞാൻ ഗ്രോ ബാഗിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, ഗ്രോ ബാഗിൽ നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു മാസത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതിൻ്റെ 2 മാസമാണ് അതിൻ്റെ വിളവെടുപ്പ്. 2 മാസം കൊണ്ട് നന്നായിട്ട് പറിക്കാനാവും. 60 ദിവസമാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെ വീട്ടിലും നല്ല രീതിയിൽ അവരവർക്ക് ആവശ്യം. എനിക്ക് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന തണ്ണിമത്തൻ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെങ്കിൽ കൂടെ മനസ്സിലുണ്ടാവും ഇതിലിപ്പോൾ കളറ് കുത്തിവെക്കാൻ എന്തൊക്കെ ചേർത്തിട്ടുണ്ടാവോ, ഇതിൽ എന്തൊക്കെ വിഷം അടിച്ചിട്ടുണ്ടാവോ എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നുമ്പോൾ ഒരു മൈൻഡിലൊരു എന്താ പറയുക, ഒരു തൃപ്തി കിട്ടൂല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെയാണ്. എൻ്റെ സാറേ എന്ന് പറഞ്ഞ പോലെ അത് വേറൊരു ഫീലാണ് കേട്ടോ. അത് എന്ത് കൃഷിയാണെങ്കിലും എന്തായാലും ശരി, നമ്മൾ നട്ടിട്ട് ഡെയിലി ഇല്ലേ രാവിലെ എഴുന്നിട്ട് അതിൻ്റെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അത് നന്നായിട്ട് കൃഷി നടുന്നവർക്ക് വീട്ടിലാണെങ്കിൽ ശരി ഒരു കാശ്
കാശിത്തുമ്പ നടന്നവർക്കാണെങ്കിലും അത് വന്നിട്ട് ഡെയിലി അതിൻ്റെ രാവിലെ അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കുമ്പോഴായാലും വന്ന് അതിൻ്റെ ചോട്ടിൽ നിന്നാൽ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. ഇപ്പം കണ്ടില്ലേ നമ്മൾക്കിതാ ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് ഒരു 10-20 ദിവസം കൂടെ പറിക്കാനാവും. ഒന്ന് കണ്ടില്ലേ, ഇതൊക്കെ 10-20 ദിവസം കൂടെ പറിക്കാനാവും നമുക്ക്. അപ്പോൾ ഇതിന് നമ്മൾ വളമൊന്നും കൊടുത്തില്ല. വളം പിന്നെ ഉള്ളത് പറയാലോ, നമ്മൾക്ക് ഓർഗാനിക്കായിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല അത്യാവശ്യം രാസവളം കൊടുക്കണം. നമ്മൾ രാസവളം കൊടുക്കില്ല നുണ പറയുന്നൊന്നുമില്ല ഈ കാര്യത്തിൽ കേട്ടോളൂ. ഈ തണ്ണിമത്തൻ്റെ നമുക്ക് നന്നായിട്ട് രാസവളം കൊടുത്താൽ തന്നെയാണ് ഇതിൽ അത്യാവശ്യം കളറും അതിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു മധുരമൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോളൂ. നമ്മൾ എന്നിട്ട് ടെസ്റ്റാണത്, ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അത് അടുത്ത് എന്തായാലും ഗ്രോ ബാഗ് ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മളിതിൽ മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അതായത് നമ്മൾക്കിവിടെ അത്യാവശ്യം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പന്നീനെ നമുക്കിതിൽ പേടിക്കണ്ട. പന്നി എന്ന് പറയുന്ന ഒരു ശല്യം ഈ സംഭവത്തിൽ ഇല്ല. കാരണം അതിൽ ഇവിടെയൊക്കെ നന്നായിട്ട് പന്നി വരുന്നതാണ്. അപ്പോൾ പന്നി തണ്ണിമത്തൻ കുത്തുന്നതായിട്ട് നമ്മൾക്ക് ഇല്ല, പന്നി കുത്തില്ല. പക്ഷെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മയിൽ ഇതാണ്ടോ, ഇത് ഭയങ്കര ടേസ്റ്റാണ് മയിലിന്. മയിൽ നന്നായിട്ട് ഇതിനെ കൊത്തി തിന്നും. മയിലൊക്കെ ഇത് കണ്ടുവെന്ന് വെച്ചാൽ ഇതിൻ്റെ തല മുഴുവൻ കൊത്തി തിന്നും. അപ്പോൾ മയിലിനെ മാത്രമാണ് നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടത്. മയിലുണ്ടെന്ന് വെച്ചാൽ ചെടിയുടെ തലപ്പ് മുഴുവൻ കൊത്തി തിന്നും. ഒരു നമ്മൾ വീടുകളിൽ ചെടി വയ്ക്കുമ്പോൾ കൊങ്ങക്കോഴിയൊക്കെ, കോഴി വളർത്തുന്നവരൊക്കെ ചെടിയുടെ തലപ്പ് കൊത്തി തിന്നില്ല എന്ന പോലെ മയിൽ കൊത്തി തിന്നും. അത് മാത്രം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളതൊന്നും ഇതിൽ പേടിക്കാനില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള തണ്ണിമത്തൻ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. വിഷ്ണു, ഇതെന്താ ഓരോ ചെടി വാടിയിരിക്കണ? ഇത് വാടിയതല്ലേ പുഷ്പചേച്ചി, നമ്മൾ നട്ട് വരുന്ന സമയത്തില്ലേ, നമ്മൾ അവസാനം കൊണ്ട് നട്ടതാണ് ഈ 2-3 തൈകള്. വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ്, മനസ്സിലായില്ലേ? നമുക്ക് ഇതില് ആദ്യം കോൺഫിഡന്റ് ഉണ്ടായിരുന്നില്ല. കാരണം അത് വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടെ വന്നപ്പോ പിന്നീട് ഇതിൽ നനച്ചു കൊടുക്കാൻ തുടങ്ങി. ആദ്യം നമുക്ക് കോൺഫിഡന്റ് ഇല്ല, ഇത് വരുമോ പോയാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നട്ട് നോക്കിയതാണ്. അപ്പൊ കായ്ക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമുക്ക് ഈ നെൽപ്പാടങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് ഈ മഴയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് നാടൻ രീതിയിൽ തുവരയ്ക്കും പയറൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തുവരയും പയറൊക്കെ ചെയ്തതാണ്. അപ്പൊ ആ പാടത്തിന്റെ നടുവിൽ അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു, ഇതെല്ലാം തുവര വെട്ടിക്കഴിഞ്ഞതാണ്. അപ്പൊ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഇത് തണ്ണിമത്തൻ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വർഷം ഒരു തുവരയും പയറും എടുത്തതിന് ശേഷം നമുക്ക് വരമ്പിൽ തണ്ണിമത്തൻ നടാം, കുഴപ്പമില്ല. അത് നമുക്ക് ആവശ്യമുള്ള വിൽക്കാനുള്ള കിട്ടിയിലും വേണ്ടില്ല, നമ്മുടെ കുടുംബക്കാർക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് തന്നെയാണ് നമുക്ക്. അല്ലാതെ നമ്മൾ കുറേ കാശുണ്ടാക്കി അതിന് കണ്ണിൽ കണ്ടവർ മരുന്നടിച്ചതെല്ലാം വാങ്ങി തിന്നിട്ട് കുറേ അസുഖം വലിച്ചു വരുത്തിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല. മാക്സിമം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു സാധാരണ വീട്ടുകാർ തണ്ണിമത്തൻ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ നമുക്ക് സാധാരണ വീട്ടുകാർ തണ്ണിമത്തൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തണ്ണിമത്തൻ വാങ്ങി കഴിക്കുന്നില്ലേ, അതിൻ്റെ കുരു ഇട്ടു എന്ന് വെച്ചാൽ അതിൽ കായ ഉണ്ടാവും. 1-2 കായ് ഉണ്ടായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കായ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് വിത്ത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണം. തണ്ണിമത്തൻ വിത്ത് കടകളിൽ ചോദിച്ചാൽ കിട്ടും. ഹൈബ്രിഡ് വിത്ത് തണ്ണിമത്തൻ വിത്ത് അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾക്ക് അത് നട്ട് നോക്കുക. നമ്മളിപ്പോൾ മത്തനും കുമ്പളവും ഒക്കെ നടുന്നില്ലേ, അതേ മെത്തേഡ് തന്നെ, ആ സംഭവം തന്നെ ഈ സംഭവം. ഇത് നട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് നനവ് വേണം, വെയിലും വേണം, അതിനനുസരിച്ച് നനവ് വേണം. നനവാണ് ഇതിൻ്റെ എപ്പോഴും വേണ്ടത്, നനഞ്ഞിരിക്കണം എപ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് വളവും വളം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കായ് വരും. കായ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, കായ് ഉണ്ടാവും, പക്ഷെ വലിപ്പം വയ്ക്കില്ല. അതാണ് വ്യത്യാസം. കളറും വെച്ചില്ലെങ്കിലും മധുരം ഉണ്ടാവും കേട്ടോ. നമ്മൾ അത് പറയാം, നമ്മൾ ഒരു വളവും കൊടുക്കാതെ ഒരു തണ്ണിമത്തൻ്റെ ചെടി എങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൽ വലിപ്പം വയ്ക്കുന്നില്ല, കായ് വലിപ്പം വയ്ക്കുന്നില്ല, മധുരം ഉണ്ടാവും, പക്ഷേ കളർ ഉണ്ടാവില്ല, കായ് വലിപ്പം വയ്ക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഇത്ര ആയും കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അതായിരുന്നു നമ്മൾക്ക് അങ്ങനെ ചെയ്തുള്ള വ്യത്യാസം. അപ്പോൾ ഒരു വീട്ടുകാരുണ്ടാക്കുകയാണെങ്കിൽ എന്ത് വളം നമ്മൾ ചെയ്യണം? അതായത് അതിന് രാസവളം തന്നെയാണ്. നമുക്കിപ്പോൾ ഓർഗാനിക് ജൈവവളം ഒന്നും നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ നോക്കിയാൽ നമുക്ക് അതിനുള്ള പറഞ്ഞു തരാം, അതിനുള്ള പറഞ്ഞു തരാം. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ഇപ്രാവശ്യമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തൈ ഇപ്രാവശ്യമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ കൂടുതൽ തൈ വെക്കുന്നുണ്ട്, കുറച്ച് തൈ വെച്ചിട്ടുണ്ട്, അതിന് പൂക്കാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ സീസണിലും ഇതുണ്ടാവും. ഈ സീസണിൽ മാത്രമല്ല, എല്ലാ സീസണിലും ഉണ്ടാവും, നമ്മുടെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പം നട്ടിട്ടുണ്ട്. ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, വീണ്ടും കപ്പ വെച്ചിട്ടുണ്ട്, പയറ് വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്, മുളക് വെച്ചിട്ടുണ്ട്, ചീര വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട് നമ്മൾ. അപ്പോൾ
പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഉണ്ടാവും, വിളവിൽ വ്യത്യാസം വരും. അതായത് കാലഘട്ടത്തിൽ പ്രകൃതിയുടെ ഉണ്ട്, അപ്പോൾ വിളവിൽ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വേനൽക്കാലത്ത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കണം തണ്ണിമത്തൻ. അപ്പം നമ്മളത് ഏത് കാലത്ത് അത് കുത്തിയിടണം? അത് കൂടുതലും നമുക്ക് വേനൽക്കാലത്താണല്ലോ തണ്ണിമത്തൻ ആവശ്യം. അപ്പോൾ പിന്നെ ഒരു ഡിസംബർ മാസത്തിലൊക്കെ കുത്തിയിട്ടാ, ഡിസംബറിൽ ഫസ്റ്റിൽ കുത്തിയിട്ടാ ഡിസംബർ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ നമുക്ക് നന്നായിട്ട് പറിക്കാം. മനസ്സിലായില്ലേ? ജനുവരി ഫെബ്രുവരി നല്ല ചൂടായിരിക്കാം. ജനുവരിയിൽ ഫെബ്രുവരിയിൽ പറിച്ച് കഴിഞ്ഞ് വിളവെടുപ്പ്, അത് ഒറ്റ കാക്കിൽ കായ്ക്കും. പറിച്ച് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത വിളവിറക്കാം. അടുത്ത വിത്തിറക്കി അടുത്ത 2 മാസത്തിനുള്ളിൽ നമുക്ക് അടുത്ത വിളവിറക്കാം. പക്ഷേ ഇതന്നെയാണ്, വേറൊന്നുമല്ല. ഈ സംഭവം നമുക്ക് കൂടുതലും ചൂട്ടത്തല്ലേ പോലും. മഴ പെയ്താൽ പിന്നെ തണ്ണിമത്തൻ ആരെയും കഴിക്കും അധികം ഇല്ല. നമ്മൾ കൂടുതലും ഉള്ളിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടുതലും കഴിക്കുന്നത്, വെള്ളദാഹം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേനലിലാണ് ഇത് കൂടുതലും സീസണിൽ ഇത് വിറ്റ് പോണത്. വിഷ്ണു, നീ തണ്ണിമത്തനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർക്കൊക്കെ കാണണം. അപ്പോൾ ഒന്ന് നമുക്ക് കീറി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാട്ടി കൊടുക്കുക. അതിനിപ്പോൾ എന്താ, പൊട്ടിക്കാലോ? ഒരെണ്ണം നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ശരി, പൊട്ടിക്ക് വിഷ്ണു. എത്ര വെയിറ്റ് ഉണ്ടാവും, എത്ര കിലോ ഉണ്ടാവും? നമുക്ക് നോക്കാം. അടിപൊളി. കളറൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പോൾ നമ്മുടെ തണ്ണിമത്തനിൽ അധികം കളറൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന പോലെ അതൊക്കെ ഇഞ്ചെക്ട് ചെയ്യണോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ തണ്ണിമത്തനിൽ കളർ ഉണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വരട്ടെ. ചെറിയ പീസ് മുറുക്കിയ വിഷ്ണു, എന്താ അത്? നന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണം. മധുരം ഉണ്ടോ നോക്കട്ടെ. ഓ, സൂപ്പറായിട്ടുണ്ട്. അറിയാൻ നല്ല മധുരം കൊണ്ട് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വരാം, നമ്മൾ കട്ട് ചെയ്ത് തരാം. രുചിച്ച് നോക്കാം. നല്ല മധുരം, നല്ല മധുരം ഉണ്ട് കേട്ടാ. പിന്നെ നമ്മളൊക്കെ തിന്നുണ്ട്. ഫൈസലൊക്കെ അവിടെ ഇരുന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കണം. ഫൈസലിന്റെ ഒരു പീസ് കൊടുക്കാം. ഒരു പീസ് കഴിച്ചു നോക്കി. ഈ ഒരു പാടത്ത് വന്നപ്പോൾ എനിക്കും കൂടി വീഡിയോയിൽ വരാൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയമാണ്. ഇത്രയും നല്ല കളറായിട്ടുള്ള ഒരു തണ്ണിമത്തൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ തോന്നുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. മധുരം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പോൾ പറയാം. നാച്ചുറൽ പറഞ്ഞാൽ നാച്ചുറൽ തന്നെ കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. മനസ്സിലായില്ലേ? നല്ല സമൃദ്ധിയുണ്ട്. വിഷമില്ലാന്ന് നമുക്ക് ഉറപ്പുള്ള ഏത് ഭക്ഷണ സാധനവും നമുക്ക് കഴിക്കുമ്പോഴില്ലേ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഇത് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഇത് ഒരു ഫുൾ ഒരു ഹാഫ് പീസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നു അല്ലേ? സുഖമായിട്ട്. ഇത് കണ്ടോ? ഈ തണ്ണിമത്തൻ്റെ പേരെന്താണ്? ഇത് 2-3 തരം തണ്ണിമത്തൻ ഉണ്ട്. കളറിൽ വ്യത്യാസം. എൻ്റെ അറിവിൽ 3 എണ്ണം, അതിൽ കൂടുതലാവാം. പക്ഷെ വലിപ്പം കൂടിയതാണ്. എന്തായാലും ഒന്നും പറയാല്ല, എല്ലാവരും വീട്ടിലുണ്ടാക്കാം അല്ലേ? എന്തെങ്കിലും ഡൗട്ട് തണ്ണിമത്തൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കുക. വിഷ്ണു കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും പിന്നീടുള്ള കർഷകർ ചിലപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ള ഒരു അനുഭവം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാറി കിടിലമായിട്ടുള്ള അവൻ്റെ കൃഷിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നതായിരിക്കും. അതുവരെയും ബൈ.